സ്വന്തം ഭർത്താവ് പോലീസിനാൽ പിടിക്കപ്പെട്ടു, അതും മറ്റൊരു ദേശത്ത് കിടക്കുമ്പോൾ എങ്ങനെ സമാധാനമായിരിക്കുമെന്ന കോണം സാധിക്കും? വഴിത്തിരിവ് എന്ന ഈ പരിപാടിയിലൂടെ പാസ്റ്റർ സെൽവമണിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ളതായ ജീവിത അനുഭവങ്ങൾ പച്ചയായി നിങ്ങളുടെ മുൻപിൽ ഞങ്ങൾ കാണിക്കുന്നു. ഞങ്ങളോടൊപ്പം കാണുക. ദൈവം നിങ്ങളെയും അനുഗ്രഹിക്കും. ബൈബിൾ നാട് സന്ദർശിക്കാനായി കേരളത്തിൽ നിന്ന് പോയതായ ഒരു കൂട്ടം ദൈവജനത്തോടൊപ്പം ഒരു കുടുംബത്തിലുള്ളതായ 3 പേർ ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു രാത്രി ഒരു കുടുംബത്തിലുള്ളതായ 3 പേരിൽ ഒരാൾ പോലീസ് പിടിയിലകപ്പെടുകയും തുടർന്ന് നടക്കുന്നതായ സംഭവ വികാസങ്ങൾ തികച്ചും ദുഃഖകരവുമായിരുന്നു. പ്രത്യേകിച്ച് തൻ്റെ പ്രിയ ഭർത്താവിനെക്കുറിച്ച് കരയുകയും വിലപിക്കുകയും വിഷമിക്കുകയും ചെയ്യുന്നതായ മിസ്സിസ് കൊച്ചു ത്രേസ്യ സെൽവമണിയുടെ ജീവിത അനുഭവങ്ങൾ നമുക്കൊന്ന് കാണാം. സൗത്ത് വെസ്റ്റ് ഇന്ത്യ യൂണിയൻ ഇങ്ങനെ ഒരു ബൈബിൾ ലാൻഡ് ടൂർ പ്ലാൻ ചെയ്ത് കഴിഞ്ഞ് എൻ്റെ ഹസ്ബൻഡ് വീട്ടിൽ വന്ന് പറഞ്ഞു, ഞങ്ങൾ 3 പേരുമാണ് പോകുന്നത്, മോനും ഉൾപ്പെടെ, ഞാനും ഹസ്ബൻഡ് മോനും. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. പിന്നെ അത് തന്നെയല്ല, നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തു പ്രയാണം ചെയ്ത വഴികളിലൂടെയും യേശുക്രിസ്തു അന്ന് ചെയ്ത അത്ഭുത പ്രവൃത്തികൾ ചെയ്ത സ്ഥലങ്ങളെല്ലാം സന്ദർശിക്കുകയും കാണുകയും ചെയ്തു. അതപ്പോൾ എൻ്റെ കൂടുതൽ വിശ്വാസത്തിൽ കുറെ കൂടി എനിക്കത് ആത്മാവിൽ വളരാൻ സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് എനിക്കൊരു സന്തോഷം ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് നമ്മൾ ആ ടൂറിൽ പോകാൻ തീരുമാനിച്ചത്. സെപ്റ്റംബർ 24-ാം തീയതി ഇസ്രായേലിൽ നിന്ന് ഈജിപ്തിലേക്ക് കടക്കുന്നതായ താബ ബോർഡറിൽ നടന്നതായ ബാഗ് പരിശോധനയിൽ ഞങ്ങളുടെ ബാഗുകളെല്ലാം പരിശോധിക്കുന്ന വേളയിൽ പാസ്റ്റർ സെൽവമണിയുടെ ബാഗിൽ എന്തോ അസാധാരണമായി കണ്ടെത്തുകയും പെട്ടെന്ന് ഉദ്യോഗസ്ഥരൊക്കെയും പാസ്റ്റർ സെൽവമണിയെ വളയുന്നതായിട്ടും ഞങ്ങൾ കണ്ടു. തികച്ചും സംഭവിക്കാൻ പാടില്ലാത്തതായ ചില കാര്യങ്ങൾ അവിടെ സംഭവിച്ചു. അത് ഞങ്ങൾക്ക് മാത്രമല്ല, പാസ്റ്റർ വൈ സെൽവമണിയുടെ പ്രിയ ഭാര്യയ്ക്കും അത് ഏറ്റവും ഹൃദയഭേദകമായ നിമിഷങ്ങൾ ആയിരുന്നു. ഹസ്ബൻഡിൻ്റെ ബാഗ് ചെക്ക് ചെയ്തപ്പോഴാണ് അതിൽ ഒരു പാക്കറ്റിൽ, ഞങ്ങൾ അത്ര കെയർഫുള്ളായിട്ടൊന്നുമല്ല, ഒരു കെയർലെസ് ആയിട്ട് ഒരു പ്ലാസ്റ്റിക് കവറിൽ കുറേ ഗുളികകളുണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ട ഉടനെ അവർ പറഞ്ഞു, ഇത് എടുത്തിട്ട് നോക്കിയപ്പോൾ ഇതിൽ ബില്ലുണ്ട്, അപ്പോൾ പ്രിസ്ക്രിപ്ഷൻ ഇല്ല. അപ്പോൾ ചോദിച്ചു, ഇതെന്താ മരുന്നെന്തോ? അപ്പോൾ ട്രമഡോളാണെന്ന് പറഞ്ഞു. ഇതിൻ്റെ പ്രിസ്ക്രിപ്ഷൻ എവിടെയാണ്? അപ്പോൾ പ്രിസ്ക്രിപ്ഷൻ ശരിക്കും ഞങ്ങൾ എടുക്കാൻ വിട്ടുപോയി. ഈ ടൂറിൻ്റെ തിരക്കിലെല്ലാം അതൊന്നും എടുത്തില്ലായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം, ഈ ബാഗിൻ്റെ ഉടമസ്ഥൻ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനെ അങ്ങ് മാറ്റി നിർത്തി. എന്നിട്ട് ബാക്കി എല്ലാവരെയും കടത്തി വിട്ടു. ഞങ്ങളുടെ ടൂർ ഗ്രൂപ്പിലുള്ള 48 പേരെയും കടത്തി വിട്ടു. പക്ഷേ ഞാനും മോനും ഹസ്ബൻഡിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും പോയിട്ട് ഏറ്റവും അവസാനമാണ് ഞങ്ങളുടെ ടൂറിൻ്റെ കോർഡിനേറ്ററായ പാസ്റ്റർ ജോസ് പ്രകാശും വൈഫും വന്നു. അവരും അവിടെ നിന്നു, അവരും പോയില്ല, ബാക്കി ഉള്ളവരുടെ കൂടെ പോയില്ല. എന്താണ് പാസ്റ്റർ ഇങ്ങനെ വെച്ചിരിക്കുന്നതെന്ന് അറിയണമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഇരുന്നു. അപ്പോൾ അവരിത് പറഞ്ഞു, പിന്നെ ഒരു ഡോക്ടർ വന്ന് നോക്കും, ഈ മെഡിസിൻ എന്ത് മെഡിസിനാണെന്നൊക്കെ നോക്കും, അതൊക്കെ കഴിഞ്ഞിട്ടൊക്കെ വിടത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് കുറേ സമയം കഴിഞ്ഞിട്ട് ശരിയായിട്ടുള്ള ഒരു റിപ്ലൈ ഒന്നും അവരുടെ കയ്യിൽ നിന്ന് വരുന്നില്ലായിരുന്നു. ഇതത്ര സീരിയസ് ആണോ എന്നും ഞങ്ങൾക്കറിയത്തില്ല, എന്താണ് സംഭവിക്കുന്നതെന്നൊന്നും ഞങ്ങൾക്കറിയില്ല. ഇതുവരെയും ജീവിതത്തിൽ എത്രയോ പ്രാവശ്യം ഫ്ലൈറ്റിൽ ഞാൻ പോയിട്ടുണ്ടെങ്കിലും ഇതുവരെയും ഇങ്ങനെ ഒരു അനുഭവം ഒരിക്കലും ഉണ്ടായിട്ടില്ല. മോൻ മാത്രം ഡാഡിയുടെ കൂടെ അവിടെ നിന്നു. അപ്പോൾ ബസ്സിൽ ചെന്ന് ഇരുന്ന് കഴിഞ്ഞപ്പോൾ എല്ലാവരും ചോദിച്ചു, എന്തായി കാര്യങ്ങൾ? അപ്പം ഞങ്ങൾ പറഞ്ഞു, പാസ്റ്റർ വിട്ടിട്ടില്ല, അവർക്ക് അതിൻ്റേതായിട്ടുള്ള തെളിവ് കിട്ടണം, ഇത് ശരിക്കുള്ള ഗുളികയാണ്, എന്തോ ഇവിടെ ആ ഗുളിക ബ്ലാക്ക് ലിസ്റ്റിലുള്ള ഗുളികയാണെന്നൊക്കെ അവർ പറയുന്നു, ബാൻ ചെയ്ത ഗുളികയാണെന്ന് പറയുന്നു. ഇതൊന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നു ഇങ്ങനെ പറഞ്ഞു പലരോടും. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും പുതിയൊരാൾ വന്നു, ഒരു ഭയങ്കര ഹൈറ്റുള്ള ഒരാൾ ബസ്സിൽ വന്നപ്പോൾ പാസ്റ്റർ ജോസ് പ്രകാശ് അയാളെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇതാണ് റെയ്മണ്ട്, ഞങ്ങളുടെ ഈജിപ്തിലെ ടൂറിൻ്റെ ഗൈഡ് ഇദ്ദേഹമാണെന്ന് പറഞ്ഞു. അപ്പോൾ അപ്പോൾ ഞാൻ ഫ്രണ്ടിലെ സീറ്റിലാണ് ബസ്സിലിരുന്നത്, അതിൻ്റെ ഇപ്പുറത്തൊക്കെയാണ് ജോസ് പ്രകാശ് സാറും വൈഫും ഇരുന്നത്. അപ്പോൾ ഈ റെയ്മണ്ട് വന്നിട്ട്
പാസ്റ്റർ ജോസിനോട് സംസാരിക്കുന്നത് എനിക്ക് കേൾക്കാം, ഞാൻ തൊട്ടടുത്തിരിക്കുക. പാസ്റ്റർ ജോസ് പറഞ്ഞു, ഞങ്ങളുടെ ഒരാൾ അവിടെ ഇരിപ്പുണ്ട്, അദ്ദേഹം കൂടി വന്നിട്ടേ ഞങ്ങൾക്ക് പോകാൻ പറ്റത്തുള്ളൂ എന്ന്. അപ്പോഴും ഇദ്ദേഹം പറഞ്ഞു, അത് ഇന്നത്തെ ദിവസം വിടത്തില്ല, ഇന്ന് വിടത്തില്ല അദ്ദേഹത്തിന്. അപ്പോഴും ഞാൻ ഞെട്ടിപ്പോയി, ഇന്ന് വിടത്തില്ലേ, അതെന്താ വിടാത്ത? അപ്പം ഞാൻ പാസ്റ്റർ ജോസിനോട് പറഞ്ഞു, എന്നെ ഇവിടെ ഇറക്കി വിടും, ഞാനും അങ്ങ് അവരുടെ കൂടെ പോവുക. അവരില്ലാതെ, മോനും പാസ്റ്ററും ഇല്ലാതെ ഞാൻ വരുന്നില്ല ഹോട്ടലിലേക്ക്. ഞാൻ അപ്പോൾ അവർ പറഞ്ഞു, ഇല്ല ഇനി എനിക്ക് തിരിച്ചു പോകാൻ പറ്റത്തില്ല എന്ന്. അങ്ങനെ ഞാൻ പിന്നെ അപ്പോഴേ എൻ്റെ മനസ്സെല്ലാം ഒത്തിരി അങ്ങ് മരവിച്ചു പോയി, എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഞാൻ ബസ്സിലിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരും അങ്ങ് ഹോട്ടലിലേക്ക് യാത്രയായി. ഹോട്ടലിൽ ചെന്ന ഉടനെ ഞാൻ ആദ്യം ചെയ്തത്, ഞാൻ നേരെ പോയി അവിടെ ഒരു സെറ്റി കണ്ട് അതിലിരുന്നിട്ട് എനിക്ക് പരിചയമുള്ള 1-2 പേരെ, തിരുവനന്തപുരത്ത് നിന്ന് വന്ന കവടിയാർ ചർച്ച് മെമ്പർ പെണ്ണമ്മ ആൻറ്റിയെ വിളിച്ചു, തൃശ്ശൂരിലെ സാലിയെ വിളിച്ചു, കണ്ണൂരിൽ നിന്ന് വന്ന പൊന്നമ്മയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്കൊന്ന് പെട്ടെന്ന് പ്രാർത്ഥിക്കാം, പാസ്റ്ററിന് അവിടെ എന്താ സംഭവിച്ചത് എന്താണെന്നൊന്നും അറിയത്തില്ല, ഇന്ന് വിടത്തില്ലെന്നാണ് അവർ പറയുന്നത് കേട്ടത്, നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അപ്പം തന്നെ ആ റൂമുകളിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇവിടെ വെച്ച് തന്നെ ലോണിൽ അവിടെ വെച്ച് തന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ചു, ആ സെറ്റിയിലിരുന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടിയിട്ട് അന്ന് അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന 2-3 പേര് ശരിക്കും പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരുന്നപ്പോഴേക്കാണ് പാസ്റ്റർ ജോസ് എല്ലാവരെയും റൂമിൽ അക്കോമഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പറഞ്ഞു, എന്തായാലും റേമൺ പറഞ്ഞത് ഇന്ന് വിടത്തില്ലെന്നാണല്ലോ പറഞ്ഞത്, അതുകൊണ്ട് നമുക്ക് അവർക്ക് ഫുഡ് കൊണ്ടുപോയി കൊടുക്കാമെന്ന് പറഞ്ഞു. പാസ്റ്റർ ജോസും മാർട്ടിനും കൂടെ ഫുഡ് കൊണ്ടുപോയി കൊടുക്കും. അപ്പം ഞാൻ എൻ്റെ റൂമിലിരുന്ന ഫുഡും കൂടി എടുത്തു കൊടുത്തു. അതും പിന്നെ അവരെവിടെ നിന്നാണോ ഫുഡ് എടുത്തതെന്ന് എനിക്കറിഞ്ഞൂടാ, അതും പാക്കറ്റും കൊണ്ട് അവർ തിരിച്ചു പോയി. ഈ ഗൈഡും ഉണ്ടായിരുന്നു തോന്നുന്നു, അല്ലാതെ അവരെ വിടത്തില്ലായിരുന്നു തോന്നുന്നു അങ്ങോട്ട് തിരിച്ച്. അങ്ങനെ അവർ 2 പേരും കൂടെ ഫുഡ് കൊടുക്കാനായിട്ട് പോയി കഴിഞ്ഞ് പിന്നെ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഞാൻ നോക്കിയപ്പോൾ എല്ലാ റൂമുകളും അടച്ചു, എല്ലാവരും ഉറങ്ങി. പക്ഷെ എനിക്ക് റൂമിൽ ഉറങ്ങാനും പറ്റുന്നില്ല. ഞാൻ എഴുന്നേറ്റ് വെളിയിൽ വന്ന് വരാന്തയിൽ കൂടെ നടക്കുകയും ഇവർ വരാൻ വേണ്ടി നോക്കി വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുമായിരുന്നു. വന്നിട്ട് അറിയാമല്ലോ, കുറേ വാർത്ത അറിയാൻ വരുമ്പോൾ എന്താണ് അവിടെ സംഭവിച്ചതെന്നും ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്നൊക്കെ ഇവർ വരുമ്പോൾ അറിയാമല്ലോ എന്നുള്ളതിൽ ഞാൻ ഉറങ്ങാതെ കാത്തിരുന്നു. ഏകദേശം വെളുപ്പിന് 3 മണിയായപ്പോഴാണ് അവർ തിരിച്ചു വരുന്നത്. തിരിച്ചു വന്നപ്പോൾ മോനും കൂടെ ഉണ്ട്. അപ്പോഴും പിന്നെ ഞാൻ അവരോടൊന്നും ചോദിച്ചില്ല, കാരണം മോൻ്റെ അടുത്തെല്ലാം ചോദിച്ചറിയാമല്ലോ എന്ന് വിചാരിച്ച് മോൻ വന്നു. അപ്പോഴും മോനോട് ചോദിച്ചപ്പോഴും മമ്മി ഡാഡിയെ ഇന്ന് വിടത്തില്ല, അവർ വേറൊരു സ്ഥലത്തേക്ക് ഡാഡിയെ കൊണ്ടുപോയി, വേറൊരു റൂമിലേക്ക്, വേറൊരു ബിൽഡിങ്ങിലേക്ക്. അപ്പോൾ അതിൽ എന്നെ കൊണ്ടുപോകത്തില്ല എന്നവർ പറഞ്ഞു, എന്നെ ഇനി ഡാഡിയുടെ കൂടെ നിർത്തത്തില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ വന്നതാ, എന്തായാലും നാളെ എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് അവനും എന്നെ ആശ്വസിപ്പിച്ചു. ബാഗ് പരിശോധനയ്ക്ക് ശേഷം അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ഒരു അറിവുമില്ലായിരുന്നു. കാരണം ഞങ്ങളുടെ ഭാഷ അവർക്കും അവരുടെ ഭാഷ ഞങ്ങൾക്കും അറിയില്ല. ഞങ്ങളിൽ ഏറ്റവും കൂടുതൽ വിഷമിച്ചത് പാസ്റ്റർ സെൽമണിയുടെ പ്രിയ ഭാര്യയായിരുന്നു. അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്നത് ഞങ്ങൾക്ക് കാണാം. വേദനാജനകമായ ഈ ദിനങ്ങൾ തികച്ചും ഞങ്ങളെല്ലാവരെയും ഉലച്ചു. ടൂറിലുണ്ടായിരുന്നതായ 48 പേരും ശേഷം നാട്ടിലും മറ്റു പല സ്ഥലങ്ങളിലുമായിരുന്ന സുഹൃത്തുക്കളും പ്രിയ പാസ്റ്ററിൻ്റെ വിടുതലിനായി പ്രാർത്ഥിച്ചുകൊണ്ടേ. മോനും ഞാനും കൂടെ പരസ്പരം പറഞ്ഞ് വെളുക്കാറായപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ ഉറങ്ങി. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ തന്നെ വേറെ സ്ഥലത്തേക്ക് പോകണമായിരുന്നു ടൂറ്. അപ്പോൾ ഞങ്ങൾക്ക് പോകാൻ ഒരു മനസ്സില്ലായിരുന്നു. ഞങ്ങളുടെ മനസ്സെല്ലാം ഇങ്ങനെ ഡെഡായിട്ടിരിക്കുകയാണ്. പക്ഷേ ഞങ്ങൾക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല. ആ ഹോട്ടലിൽ ഞങ്ങളെ നിർത്തത്തില്ല, വേറൊരു സ്ഥലത്ത് ഞങ്ങൾക്ക് നിൽക്കാനുള്ള അവകാശമില്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ ടൂർ ഗ്രൂപ്പിൻ്റെ കൂടെ ഞങ്ങളങ്ങ് പോയി. അത് എത്രയോ 7 മണിക്കൂർ അങ്ങാണ്ട് യാത്ര ചെയ്തിട്ടാണ് ഞങ്ങൾ കീറോയിലാണ് ഞങ്ങളുടെ ഇതൊക്കെ കാണാൻ പോകുന്നത്, എന്താ പിരമിഡെല്ലാം കാണാൻ പോകുന്നത്. അപ്പോൾ ആ യാത്ര തന്നെയായിരുന്നു, ഫുൾ ഡേ യാത്രയായിരുന്നു. അപ്പോൾ യാത്രയാണെങ്കിലും എല്ലാവരും പലതും, പക്ഷേ ബസ്സിലുള്ള എല്ലാവരുടെയും മനസ്സും അതുപോലെ തന്നെയായിരുന്നു. ഒരു വിധത്തിൽ പറഞ്ഞാൽ ആർക്കും പിന്നെ ഒരു എൻജോയ്മെൻറ്റിനുള്ള ഒരു മനസ്സില്ലായിരുന്നു ഇങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞപ്പോഴേക്കും. എല്ലാവരും ഒരു സന്തോഷമില്ലാതെ ഇരിക്കുകയായിരുന്നു ബസ്സിൽ.
എന്നിട്ട് ഞങ്ങൾ യാത്ര ചെയ്ത് ഏകദേശം ഒരു 3 മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പാസ്റ്റർ പിറ്റേ ദിവസം ഒരു ഓഫീസറുടെ മുമ്പിൽ കൊണ്ടുപോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ വെച്ച് റിലീസാക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു. 3 മണിയൊക്കെ ആയപ്പോൾ വാർത്ത വന്നു. അപ്പം ഞാൻ ബസ്സിലുള്ള എല്ലാവരുടെ അടുത്ത് ഓരോ സീറ്റിലും വന്ന് പാസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കണേന്ന് പറഞ്ഞു. പക്ഷെ അവിടെ നിന്ന് ഈജിപ്തിലെ ഇന്ത്യൻ എംബസിയിലെ ഒരു കൗൺസിലർ, മലയാളിയാണ് അദ്ദേഹം, സനൽ, അദ്ദേഹം വിളിച്ച് പാസ്റ്റർ ജോസിനോട് പറഞ്ഞത് ഇവിടെ കൊണ്ടുവന്നു, മജിസ്ട്രേറ്റിന് മുമ്പിൽ കൊണ്ടുവന്നു പാസ്റ്റർ. മിസ്റ്റർ സനൽ പറഞ്ഞത് പാസ്റ്ററിൻ്റെ അടുത്ത് ലോയർ പറഞ്ഞു കൊടുത്തു ഒരു കാര്യം പറയാനായിട്ട്. പക്ഷെ പാസ്റ്റർ പറഞ്ഞു എനിക്ക് കള്ളം പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അത് പറഞ്ഞില്ല, അതുകൊണ്ട് പാസ്റ്റർ വിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു ഭയങ്കര ഒരു ഹാർട്ട് ബ്രേക്കിംഗ് ന്യൂസായിരുന്നു. ഞങ്ങളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു ഇന്ന് ഞങ്ങളുടെ കൂടെ വന്ന് ചേരും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. ഞങ്ങളുടെ കൂടെ ടൂറിൽ വന്ന് ചേരും, അവിടെ നിന്ന് റിലീസ് ചെയ്യും. പക്ഷേ ഈ വാർത്ത 4 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുക. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് അവിടെ പറഞ്ഞത്, എന്താ സംഭവിച്ചതെന്നൊന്നും അറിയുന്നില്ല. ഈ പറഞ്ഞ അദ്ദേഹം ക്ലിയർ ആയിട്ടൊന്നും പറഞ്ഞില്ല. അപ്പോൾ പലർക്കും പല അഭിപ്രായം ബസ്സിലുണ്ടായിരുന്നു. ചിലർ പറഞ്ഞു അതെന്താ പാസ്റ്റർ അതങ്ങ് പറയാതിരുന്നേ, ആ ലോയർ പറഞ്ഞു കൊടുത്ത പോലെ അങ്ങ് പറഞ്ഞാൽ പോരായിരുന്നോ, രക്ഷപ്പെടായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. പക്ഷേ എന്താണ് ശരിക്കും നടന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ മോൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു. അപ്പോഴാണ് മോൻ ആദ്യമായിട്ട് കരയുന്ന ഞാൻ കാണുന്നത്. തലേ ദിവസം റൂമിൽ വന്നിരുന്നപ്പോഴും അവൻ കരഞ്ഞൊന്നുമില്ല. പക്ഷെ ഡാഡിയെ വിട്ടില്ല എന്ന് അറിഞ്ഞപ്പോഴേക്കും അവൻ ബസ് സീറ്റിൽ എൻ്റെ അടുത്തിരിക്കുകയായിരുന്നു. അവൻ കരയുന്നത് ഞാൻ കണ്ടു. എന്നിട്ടും അവൻ പറഞ്ഞു സാരില്ല മമ്മി, കള്ളം പറയുന്നില്ല എന്നല്ലേ ഡാഡി പറഞ്ഞു, കള്ളം പറയത്തില്ല എന്നല്ലേ പറഞ്ഞു, അതുകൊണ്ട് കുഴപ്പമില്ല, അത് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമായിരിക്കും, അതിന് ദൈവത്തിന് എന്തെങ്കിലും പദ്ധതി ഉണ്ടാകും എന്ന് പറഞ്ഞു. പിന്നെ 2 ദിവസം ഒക്ടോബർ 1 2 ആയിരുന്നു ഈജിപ്തിലെ ഞങ്ങളുടെ ടൂർ പ്രോഗ്രാം. അപ്പോൾ ഒക്ടോബർ 1 ഈവനിങ്ങിലാണ് ഈ വാർത്ത അറിയുന്നത്. പിന്നെ അന്ന് അവിടെ എന്തൊക്കെയോ ടൂറ് കാണാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളങ്ങ് പേരിന് പോയിന്നേ ഉള്ളൂ, ഞങ്ങൾക്കൊന്നും ഒരു താല്പര്യം ഇല്ലായിരുന്നു. അങ്ങനെ പിന്നെ ഒക്ടോബർ 2 പിരമിഡ് കാണാനും ഒക്കെ പോയി. ഞങ്ങൾ കൂടെ പോയി എന്ന് മാത്രമേ ഉള്ളൂ. ഒക്ടോബർ രാത്രിയാണ് തിരിച്ചു വരേണ്ടത്. അപ്പോൾ ഇത് ഡാഡിയെ പിടിച്ചു എന്ന് അറിഞ്ഞ ഉടനെ ഞാൻ മൂത്ത മോനെ വിളിച്ച് പറഞ്ഞു, കുവൈറ്റിലായിരിക്കുന്ന മോനെ വിളിച്ച് പറഞ്ഞു. അപ്പോഴും അവൻ ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞു മമ്മി അത് കുഴപ്പമൊന്നുമില്ല, കുവൈറ്റിലും ആരൊക്കെ എന്തൊക്കെയോ കൊണ്ടുവന്നപ്പോൾ ആദ്യമായിട്ട് വരുന്നത്, ഇവിടുത്തെ റൂൾ അറിയത്തില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അവരെ വിട്ടു, അതുപോലെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലെന്നാണ് അവൻ പറഞ്ഞത്. പക്ഷെ വിട്ടില്ല എന്നുള്ള കാര്യം അറിഞ്ഞപ്പോഴും അവനും ടെൻഷനായി, ഇനി എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അവൻ ഉടനെ തന്നെ അവിടുത്തെ ഒരു പാസ്റ്ററിൻ്റെ നമ്പർ ഞങ്ങൾക്ക് തന്നു. പാസ്റ്റർ ജോണി നസ്രല്ല എന്ന് പറയുന്ന ഈജിപ്തിലെ സെവൻത് അഡ്വന്റിസ്റ്റ് പാസ്റ്ററുടെ നമ്പർ തന്നു. ഞാൻ ആദ്യം അവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് ഈ ഡാഡിനെ തിരിച്ചു കൊണ്ടുപോകണം എന്നുള്ളൊരു പേർപ്പസ് എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു, എങ്ങനെയാണ് തിരിച്ചു കൊണ്ടുപോകണം. അപ്പോൾ ഇവർ കോളേജ് നമ്മളവിടെ നിന്ന് ഡാഡിയുടെ സ്വിച്ച് ആയ ശേഷം പിന്നെ എംബസിയിൽ നമുക്കൊരു കോൾ ഒന്ന് പറയുകയാണ് 4 days റിമാൻഡ് ചെയ്യും. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് 4 days കഴിയുമ്പോഴേക്കും ഡാഡിയെ ഹയർ കോർട്ടിൽ കൊണ്ടുവരും, അവിടെ വെച്ചെല്ലാം കാര്യങ്ങൾ ക്ലോസ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് അവിടെ വേറെ ഓപ്ഷൻ, ഞാൻ നിൽക്കാൻ എന്തായാലും തീരുമാനം, ഞാൻ പറഞ്ഞു ഞാൻ പോകുന്നില്ല തിരിച്ച് നാട്ടിലേക്ക്, ഞാൻ ഡാഡിനെ കൊണ്ടേ വരുന്നുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ നമുക്ക് അവിടെ ഒരു കോൺടാക്ട് പേഴ്സൺ ഇല്ല, കാരണം ഇത് 2 ഡിഫറെൻറ്റ് കൺട്രി. നമുക്ക് എപ്പോഴും ഉള്ളത് ചേർച്ചാണ്. അങ്ങനെ എൻ്റെ ബ്രദർ കുവൈറ്റിലിരുന്നിട്ട് ഈജിപ്തിലുണ്ടായിരുന്ന ഒരു ഫാമിലി ഇപ്പോൾ കുവൈറ്റിൽ മാറിയിട്ട് അവർ ഇവിടുത്തെ പാസ്റ്ററിൻ്റെ നമ്പറാണ്, പാസ്റ്റർ ജോണി എന്ന് പറഞ്ഞൊരാളാണ്. അപ്പോൾ പുള്ളീനെ ഞാൻ വിളിച്ചിട്ട് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട്, ഞാനിങ്ങനെ കൈറോയിലാണ്. അപ്പോൾ പുള്ളിയും പറഞ്ഞു കൈറോ ഭയങ്കര വലുതാണ്, ഏത് മൂലയിലാണെന്ന് പോലും എനിക്കറിയത്തില്ല, ജസ്റ്റ് എന്തെങ്കിലും ഒരു ക്ലൂ ഒക്കെ തരാൻ പറഞ്ഞു. അങ്ങനെ സംസാരിച്ചു. സെക്കൻഡ് കോൾ ആയപ്പോഴേക്കും പുള്ളിക്കാരൻ ഓട്ടോമാറ്റിക്കലി ഇത് അറിഞ്ഞു കഴിഞ്ഞു. പുള്ളി പറഞ്ഞു ഓക്കെ എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്, ഇങ്ങനെ ഒരു പാസ്റ്റ് ഉള്ളതായിട്ട് മോൻ നിൽക്കുന്നൊക്കെ പറയുന്നുണ്ട്, അപ്പോൾ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ശരി, എൻ്റെ ടൂർ ഏജൻറ്റും ആ പാസ്റ്ററും സംസാരിച്ചു. അപ്പോൾ അവരൊരു അഗ്രിമെൻ്റ് ടൂർ ഏജൻറ്റ് എന്നെ പാസ്റ്ററിൻ്റെ വീട്ടിൽ കൊണ്ടാക്കി. പക്ഷേ എൻ്റെ ടെൻഷൻ മുഴുവനും ഞാൻ പാസ്റ്റർ ജോസിനോട് ചോദിച്ചപ്പോൾ പാസ്റ്റർ ജോസ് പറഞ്ഞു ജാക്സനെ നിർത്താൻ പറ്റത്തില്ല, 3 ദിവസത്തെ വിസയേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതായിരുന്നു എൻ്റെ ടെൻഷൻ മുഴുവനും. കാരണം ആ ദിവസം വിസ ഇല്ലാത്ത മോനെ ഞാൻ എങ്ങനെ അവിടെ നിർത്തിയിട്ട് വരും, അവൻ അവിടെ എങ്ങനെ കഴിയും, അവനും പോലീസിൻ്റെ പിടിയിലാവും. പക്ഷേ അവനെ ഞാൻ എങ്ങനെ കൊണ്ടുപോരും വീട്ടിൽ, പാസ്റ്റർ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങനെ അവനെ കൊണ്ടുവരും എന്നുള്ള അങ്ങനെ 2 തീരുമാനം എനിക്ക് എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ മോനും അവിടെ നിന്ന് കുവൈറ്റിൽ നിന്ന് വിളിച്ച് പറയുന്നുണ്ട് ഡാഡി ഒറ്റയ്ക്കാക്കിയിട്ട് പോരുത്,
ഉണ്ണി അവിടെ നിർത്തിയിട്ട് പൊക്കോ എന്ന് പറയുന്നു. പക്ഷെ അവനും വിസയുടെ കാര്യം അവനും അറിയത്തില്ല എന്താ ചെയ്യേണ്ടത്. അങ്ങനെ October 1 ഫസ്റ്റ് ഡേ ഫുള്ള് ഞങ്ങൾ ഈ ടെൻഷനിൽ നടന്നു. October 2 ഫുൾ ടെൻഷനിലാണ് നടന്നത് എല്ലാ കാര്യങ്ങളും, എല്ലാ സ്ഥലത്തും പോയി. പക്ഷെ ഇങ്ങോട്ട് പോരേണ്ടത് ഈവനിങ് രാത്രിയായിരുന്നു ഫ്ലൈറ്റ്. അതിനൊരു 4 മണിക്കൂർ മുമ്പാണ് എൻ്റെ മനസ്സിലിങ്ങനെ ദൈവം തോന്നിച്ചതായിരിക്കണം. എനിക്ക് തോന്നി ആരുടെ അടുത്തെങ്കിലും ഇവിടെ അറിവുള്ളവരോടൊന്ന് ചോദിക്കാൻ വിസയുടെ കാര്യം. അങ്ങനെ റെമണിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു നേരിട്ട്. റെമൺ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണല്ലോ ഞങ്ങൾ, ഇപ്പം മോൻ വരത്തില്ല എന്ന് പറഞ്ഞ് ഇവിടെ നിൽക്കുക. പക്ഷെ അവന് 3 ദിവസത്തെ വിസ ഉള്ളെന്നൊക്കെയാണ് ജോസ് പറയുന്നത്. അത് എങ്ങനെയാണ് പിന്നെ ശരിയാവും? അപ്പോൾ റെമൺ പറഞ്ഞു, ആര് പറഞ്ഞു 3 ദിവസത്തെ വിസയല്ല, അവന് 2 ആഴ്ചത്തെ വിസയുണ്ട്, 2 ആഴ്ച അവന് ഇവിടെ നിൽക്കാം എന്ന് പറഞ്ഞു. അപ്പോഴെനിക്കത് ഭയങ്കര ഒരു ആശ്വാസം, ദൈവത്തിൻ്റെ കരുതലാണെന്ന് അപ്പോഴെനിക്ക് ശരിക്കും മനസ്സിലായത്. അന്ന് രാത്രി തന്നെ പാസ്റ്റർ സെൽവമണിയെ ഞങ്ങളോടൊപ്പം അയക്കും എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രതീക്ഷ. പക്ഷേ നേരം പുലരുവോളം സദ്വർത്തമാനം ഒന്നും വരാതെ ആയപ്പോൾ ഞങ്ങൾ തികച്ചും നിരാശരായി. ഈ കൈപ്പേറിയ അനുഭവത്തിലും ദൈവത്തിൻ്റെ ദൃശ്യമായ കരം ഞങ്ങൾ ഓരോ ദിവസവും ഓരോ നടത്തിപ്പിലും കണ്ടുകൊണ്ടേയിരുന്നു. അപ്പോൾ ഞാൻ ഉടൻ തന്നെ ആ പാസ്റ്ററുടെ നമ്പർ എടുത്ത് വിളിച്ചു. മൂത്ത മോൻ തന്ന നമ്പർ എടുത്ത് ഞാൻ വിളിച്ചു. ആ പാസ്റ്ററെ വിളിച്ചപ്പോൾ ഉടനെ ആ പാസ്റ്ററിൻ്റെ മറുപടി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു ദൂതനായിട്ടാണ് എനിക്ക് തോന്നിയത്. ദൂതൻ പറയുന്ന പോലെ, ഒന്നും പേടിക്കേണ്ട മാഡം, മോനെ അവിടെ നിർത്തി എൻ്റെ അടുത്തൊന്ന് ആക്കി തന്നാൽ മതി, ഞാനെല്ലാം ടേക്ക് കെയർ ചെയ്തോളാം. നിങ്ങൾക്കൊരു ലോയറെ വേണമെങ്കിൽ ഞാൻ അപ്പോയിൻറ്റ് ചെയ്ത് തരാം, ഒരു ലോയറോട് ഞാൻ സംസാരിക്കാം, എല്ലാം നമുക്ക് ശരിയാക്കാം, ഒന്നും കൊണ്ട് പേടിക്കേണ്ട, അവനിവിടെ നിർത്തിക്കോളാം. ഞാനവിടെ ചെന്നപാടെ അവർ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. എന്നെ ഒരു ഫാമിലിയിലെ ഒരു മെമ്പറായിട്ടുള്ള രീതിയിലാണ് കൺസിഡർ ചെയ്തത്. കാരണം അവർക്ക് സിറ്റുവേഷൻ കറക്റ്റായിട്ട് മനസ്സിലായി ഡാഡി ഇങ്ങനത്തെ ഒരു കേസിന്. പക്ഷെ അവിടെ മിക്കൊരു സ്റ്റോറി ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാറൊന്നുമില്ല, എന്തുകൊണ്ടാണ് ഡാഡി ഇങ്ങനെ കിടക്കുന്നത്, അതൊക്കെ ഞാൻ പിന്നെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പക്ഷെ അവർക്ക് ഇങ്ങനെ അറിയാം ഡാഡി ഇങ്ങനെ ഉണ്ട്, കെട്ട് കിടക്കുന്നു, ഹെൽപ്പ് ചെയ്യണം. October 3 2 രാത്രി ഞങ്ങൾ അവിടെ തിരിച്ചു. 3 ഇവിടെ എത്തി. October 3 ഞാൻ എയർപോർട്ടിൽ എത്തിയപ്പോൾ ഞങ്ങൾ 3 പേരായിട്ട് പോയിട്ട് ഞാൻ ഒറ്റയ്ക്കാണ് തിരിച്ചു വന്നത്. മോനും ഹസ്ബൻഡും കൂടെ ഇല്ലായിരുന്നു. വീട്ടിലേക്ക് വന്നിട്ട് പിന്നെ ഞങ്ങൾ, കാരണം 4 ദിവസത്തേക്കാണ് പാസ്റ്റർ റിമാൻഡ് ചെയ്തത്. 1 റിമാൻഡ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു 4 വീണ്ടും കോർട്ടിൽ കൊണ്ടുവരും പാസ്റ്റർ. ആ സമയം കൊണ്ട് അവിടുത്തെ വക്കീൽ പറഞ്ഞു, കുറേ ഡോക്യുമെൻസിൻ്റെ കാര്യം പറഞ്ഞു, ഇതെല്ലാം അവിടെ സബ്മിറ്റ് ചെയ്യണം. ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് ഞങ്ങൾ ആർക്കാണോ മരുന്ന് കൊണ്ടുപോകുന്നത് അവരുടെ അഫിഡവിറ്റ് വേണം. ഞാൻ എൻ്റെ രോഗത്തിന് വേണ്ടിയിട്ടാണ് പാസ്റ്റർ മരുന്ന് കൊണ്ടുവരുന്നത്, ഞാൻ പറഞ്ഞിട്ടാണ് മരുന്ന് കൊണ്ടുവരുന്നത് എന്നെല്ലാം എഴുതിയ ഒരു ഡോക്യുമെൻ്റ് വേണം. പിന്നെ അവിടെ ഡോക്ടർ ചികിത്സിച്ച് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് അത് വേണം. അതെല്ലാം ഞങ്ങൾ അമേരിക്കയിൽ മിസ്റ്റർ ജോണി മാമൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു ഈ മരുന്ന് കൊണ്ടുവന്നത്. അപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞു, ഉടനെ തന്നെ അവരതെല്ലാം റെഡിയാക്കി അയച്ചു. പിന്നെ ഇവിടെ വന്ന് ഇവിടുത്തെ കുറച്ച് ഡോക്യുമെൻറ്റ്സ് വേണമായിരുന്നു, അത് റെഡിയാക്കി പാസ്റ്റർ ഡോക്ടർ മോഹൻദാസൻ, ഡോക്ടർ പ്രവീൺ എല്ലാം അതിന് ഹെൽപ്പ് ചെയ്തു. പിന്നെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കുറച്ച് ഡോക്യുമെൻറ്റ്സ് കിട്ടാനുണ്ടായിരുന്നു, അത് പാസ്റ്റർ സോയി പോയി അതെല്ലാം റെഡിയാക്കി എടുത്തു. അപ്പം ഞങ്ങളിവിടെ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു ഉടനെ തന്നെ വിടും, ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെ കാണുമ്പോഴേ വിടും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അവർ വിട്ടില്ല. കാരണം മോൻ പിന്നെ പറയുന്നത്, ഞങ്ങളിവിടെ അന്ന് എല്ലാവരും പ്രാർത്ഥനയൊക്കെ ആയിരുന്നു വിടുമെന്നുള്ളത്. പക്ഷേ അന്ന് അവിടുത്തെ വാർത്ത വന്നത് വിട്ടില്ല, ഒന്നും വിട്ടില്ല. കാരണം പറഞ്ഞത് ജഡ്ജി ഡോക്യുമെൻറ്റ്സ് എല്ലാം നോക്കി എന്നിട്ട് പറഞ്ഞത് കുഴപ്പമില്ല, നല്ല ഡോക്യുമെൻറ്റ്സ് ആണ്, പക്ഷെ ഇങ്ങനെ പോരാ, ഞങ്ങൾക്ക് അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ അറ്റസ്റ്റേഷൻ വേണം, ഈജിപ്ഷ്യൻ എംബസിയുടെ അറ്റസ്റ്റേഷൻ വേണം, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അറ്റസ്റ്റേഷൻ വേണം. അങ്ങനെ ഇത് ഇത്രയും അറ്റസ്റ്റ് ചെയ്ത പേപ്പറാണ് വേണ്ടത്, അല്ല വെറുതെ ഒരു പേപ്പർ അയച്ചെന്നവർക്ക് പറ്റത്തില്ല. ഡോക്യുമെൻറ്റ്സ് ഇതെല്ലാം കറക്റ്റാണ്, പക്ഷേ ഇതിലെല്ലാം ഗവൺമെൻറ്റിൻ്റെ അറ്റസ്റ്റേഷൻ വേണം, എന്നാലേ ശരിയാവുന്നു. ആ സമയം കൊണ്ട് ഞാൻ എല്ലാ സഭകളിലും എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു റിലീസിന് വേണ്ടിയിട്ട്. ഞങ്ങളാണെങ്കിൽ ക്യാമ്പസിൽ, ഞങ്ങൾ താമസിക്കുന്ന ആ ക്യാമ്പസിൽ സെവൻത് ഡേ ക്വാർട്ടേഴ്സിൻ്റെ ക്യാമ്പസിൽ 5 ഫാമിലീസ് ഉണ്ട്. അതിൽ ഞങ്ങളെല്ലാവരും മിഡ് വീക്ക് പ്രെയർ അവിടെ തുടങ്ങി.
ഞങ്ങളുടെ പള്ളിയിൽ അതില്ലായിരുന്നു. അപ്പം ഞങ്ങൾ ആ ഭവനത്തിൽ അത് ഞാൻ പറഞ്ഞു പാസ്റ്റിൻ്റെ റിലീസ് എന്നാണ് അന്ന് വരെ നമ്മൾ ഈ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്യണം. എല്ലാ ബുധനാഴ്ചയും ഞങ്ങൾ കൂടി വന്ന് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുമായിരുന്നു. ബുധനാഴ്ച 7 മണി തുടങ്ങി. അങ്ങനെ ആ പ്രാർത്ഥനയുണ്ടായിരുന്നു. ഞങ്ങളുടെ പള്ളിയിലുള്ള പ്രാർത്ഥന എല്ലാ പള്ളികളിലും പാസ്റ്റിന് വേണ്ടിയിട്ട് ദിവ്യാരാധനയ്ക്ക് മുമ്പ് കുറച്ച് സമയം പ്രാർത്ഥിക്കുമായിരുന്നു. ചിലവർ ആരാധന കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. ഡിസംബറിൽ ഇത് ലാബ് റിപ്പോർട്ടും വന്നു. ഇനിയിപ്പോൾ അവർക്ക് ഹിയറിംഗ് നടത്തിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് അത് ഉടനെ ഉണ്ടാകുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഡിസംബർ മാസത്തിൽ ഒന്നും ഇല്ല. ഡേറ്റ് തന്നിട്ട് ജനുവരി 22. ഈ കാലയളവിലെല്ലാം എന്നെ ഒത്തിരി പേര് എന്നെ ഫോണിലൂടെ വിളിച്ച് എന്നെ ആശ്വസിപ്പിച്ചു, നേരിൽ കണ്ട് ആശ്വസിപ്പിച്ചു. പിന്നെ പലരും പറഞ്ഞു, നേരിൽ കണ്ടപ്പോൾ ചിലരും ഞങ്ങൾ വിളിക്കാത്തത്, ഞങ്ങൾക്ക് എന്താ വിളിച്ചിട്ട് പറയേണ്ടതെന്ന് അറിയത്തില്ല, എങ്ങനെ ആശ്വസിപ്പിക്കേണ്ടതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് അപ്പോഴെല്ലാം ഞാൻ പറഞ്ഞു അതൊന്നും പ്രശ്നമില്ല, നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, അതല്ലേ ഏറ്റവും വലിയ കാര്യം. പക്ഷേ ഡിവിഷൻ ഓഫീസിൽ നിന്ന് എപ്പോഴും എന്നെ ആശ്വസിപ്പിക്കുന്നത്, എൻകറേജ് ചെയ്യുന്ന വാക്കുകളാണ് അവിടെയുള്ള ഓഫീസേഴ്സും എല്ലാവരും. അവർ ഒത്തിരി എല്ലാ ദിവസവും അവർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിൻ്റെ പ്രോസസ്സിങ് ടൈം എന്ന് പറയുന്നത് 2 weeks ആണ്. പക്ഷേ ദൈവം അത് 3-ാമത്തെ ദിവസം എൻ്റെ കയ്യിലെത്താണ്. അപ്പോൾ ദൈവം എത്രമാത്രം ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരുന്നു, നമ്മുടെ പ്രാർത്ഥനകൾ എത്രമാത്രം ദൈവം സ്വീകരിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ്. അത് കിട്ടിയ ഉടനെ രാജ്യത്ത് ഡൽഹിയിൽ കൊണ്ടുപോയി അതും അറ്റസ്റ്റ് ചെയ്തു ഉടനെ അയച്ചു. അപ്പോൾ അതിൻ്റെ കൂടെ വേറൊരു കാര്യം കൂടി വന്നു. ഈ സംഭവം നടക്കുമ്പോൾ ഐ വിറ്റ്നസ് ആയിട്ടുള്ള ഒരാളെ, അത് പാസ്റ്റിൻ്റെ റിലേറ്റീവ് അല്ലാത്ത ഐ വിറ്റ്നസിനെ കൂടി അവിടെ വേണം. ചിലപ്പോൾ അവർ വിസ്തരിക്കാൻ ചോദിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ പോകാനായിട്ട് ഐ വിറ്റ്നസ് ആയിട്ടൊന്ന് പറയാൻ പറ്റിയ ഒരാൾ പാസ്റ്റർ ജോസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ജോസിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ ജോസ് വില്ലിങ് ആയിരുന്നു. പക്ഷെ ആ വീക്കിലെല്ലാം ഭയങ്കര ടൈറ്റ് പ്രോഗ്രാമായിരുന്നു. ഡിവിഷനിൽ നിന്ന് ഡോക്ടർ നാഗേശ്വർ റാവു വരുന്നു, അദ്ദേഹത്തെ കൊണ്ട് എവിടെയൊക്കെയോ പോയി പ്രോഗ്രാം നടത്താനുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എന്നാലും നമ്മളെല്ലാവരും കൂടി ജോസ് സാറെല്ലാം ഓഫീസിലും തീരുമാനിച്ചു, അതിലും ഇമ്പോർട്ടൻ്റ് ഇതാണ്, അതുകൊണ്ട് പാസ്റ്റർ ഈജിപ്തിൽ പോകണം എന്നാണ് അവിടെ നിന്ന് സജഷൻ വന്നത്. അങ്ങനെ പാസ്റ്റർ ജോസ് ഈജിപ്തിൽ പോകാൻ റെഡിയായി. അങ്ങനെ ജനുവരി 22 2 days മുമ്പ് പാസ്റ്റർ ജോസ് അവിടെ എത്തി. ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം റെഡിയായി ജനുവരി 22 ആകാൻ വേണ്ടി ഞങ്ങളെല്ലാവരും പ്രാർത്ഥനയോടെ കാത്തിരുന്നു. അങ്ങനെ ജനുവരി 22-ാം തീയതി നോക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിരുന്നു. അവസാനം ഒരു രാവിലെ തുടങ്ങി ഞങ്ങൾ പ്രെയർ, അന്ന് ഉപവാസ പ്രാർത്ഥനയായിരുന്നു. നമ്മുടെ ഹിയറിങ്ങിൻ്റെ ടൈമായി. ലോയർ വന്നു. ഡാഡി അവിടെ വേറൊരു റൂം പോലെയാണ്, ബട്ട് ഹി ക്യാൻ സീ ദ കോർട്ട് ആൻഡ് ഓൾ. നമുക്ക് പോയി സംസാരിക്കും. പക്ഷേ ജഡ്ജി വരുമ്പോഴേക്കും നമ്മൾ വീണ്ടും നമ്മുടെ സീറ്റിൽ വന്നിരിക്കണം. ഡാഡിയോട് പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്, ഇങ്ങനെയാണ് പ്രശ്നം, ഇങ്ങനെയാണ് സംസാരിക്കാൻ കാര്യം. ഹി വാസ് ഓൾറെഡി വെരി ഗുഡ്. പുള്ളിക്കാരൻ്റെ സൗണ്ടൊക്കെ അന്ന് ഭയങ്കര ഡൗൺ ആയിരുന്നു. പിന്നെ നമ്മൾ ഇരിക്കുമ്പോഴേക്കും ലോയർ കയറി സംസാരിക്കുന്നത് നമ്മൾ കാണുന്നു. നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. എവരിത്തിങ് ഇൻ അറബിക്. ഒരു 4 ജഡ്ജസ് പോലെ ഉണ്ട്. 3 പേര് മെയിൻ ജഡ്ജും ഒരാളൊരു സൈക്കോളജിസ്റ്റും. എല്ലാവരും ഇങ്ങനെ ഇരിക്കും. ഫുള്ള് ദേ സ്പീക്ക് ഇൻ അറബിക്. നമ്മളിങ്ങനെ നോക്കി നിൽക്കും, ഒന്നും മനസ്സിലാകത്തില്ല. ലോയർ ഷി വാസ് എക്സ്പ്ലോറിങ് ലൈക്ക് എനിക്ക്. പുള്ളിക്കാർ നല്ലൊരു വക്കീലായിട്ട് എനിക്ക് തോന്നി. പിന്നെ നമ്മളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. നമ്മൾ ഈ കേസ് കൺസിഡർ ചെയ്യും. ജോസ് പ്രകാശ് സാർ ഐ വിറ്റ്നസ് ആയിട്ടുണ്ട് എന്ന് ലോയർ പറഞ്ഞു. വേണമെങ്കിൽ സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അറിയിക്കാമെന്ന് പറഞ്ഞു. നമ്മൾ പിന്നെ പുറത്തിറങ്ങി വെയിറ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഒരു ഈവനിങ് 4 അവിടുത്തെ ഈജിപ്തിൻ്റെ ഒരു 4 ഒക്കെ ആയപ്പോഴേക്കും നമ്മൾ വീണ്ടും അകത്ത് എത്തി. പിന്നെയാണ് അവർ കുറേ പേരുടെ കേസസ് എടുത്തിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞതെന്ന് നമുക്കറിയില്ല, സ്പീക്കിംഗ് ഇൻ അറബിക്. പിന്നെ കുറേ പേരുടെ പേരെടുത്തിട്ട് ഇങ്ങനെ വെറുതെ വിട്ടു എന്ന് പറയുന്നുണ്ട്. ഡാഡിയുടെ കേസ് എടുത്തപ്പോഴേക്കും പറഞ്ഞാൽ ഡാഡിക്ക് മനസ്സിലാവത്തില്ല, നമുക്ക് മനസ്സിലാവത്തില്ല എന്ന് പറയാം. അപ്പോൾ ഈ എംബസിയിലുള്ള ട്രാൻസ്ലേറ്ററിനെ പിടിച്ച് ഡാഡിയുടെ അടുത്തിരുത്തി എൻ്റെ ഹിസ്റ്ററി. പിന്നെ വേറെ എന്തോ ഒരു കാര്യം കൂടെ പറഞ്ഞു, നമുക്കൊന്നും മനസ്സിലായില്ല. ബട്ട് എവ്രി വൺ വാസ് ഹാപ്പി. കോർട്ടിലുള്ള എല്ലാവരും ഭയങ്കര സന്തോഷമായിരുന്നു. ഇവിടെ ഒരു 7 മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കുമാണ് ആദ്യമായിട്ട് വന്ന ഒരു സന്തോഷവാർത്ത. പാസ്റ്റർ ജോസിൻ്റെ മകള് ജീവ ഓടി വന്ന്, ജീവയും ജോനദാനുമാണ് വന്നിട്ട് പറയുക, പാസ്റ്ററിനെ വെറുതെ വിട്ടു ആൻറ്റി, പാസ്റ്ററിനെ വെറുതെ വിട്ടു. എനിക്കെന്താ പറയണ്ടതെന്ന് അറിയത്തില്ല. ഞാൻ ഉടനെ ജീവയെ കെട്ടിപ്പിടിച്ചു, കിസ് ചെയ്തു. ജോനദാനെ കെട്ടിപ്പിടിച്ചു, കിസ് ചെയ്തു. ഞാൻ പറഞ്ഞു ജീനയൊക്കെ ഒന്ന് അടുത്ത് കണ്ടിരുന്നെങ്കിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിച്ചതല്ലേ,
അവരെല്ലാം എനിക്ക് കെട്ടിപ്പിടിക്കാൻ തോന്നുന്നു പറഞ്ഞപ്പോഴേക്കും ജീന ഓടി വന്നു. പിന്നെ ജീനയെ കെട്ടിപ്പിടിച്ചു, കിസ് ചെയ്തു. പിന്നെ ആ പ്രാർത്ഥന ഗ്രൂപ്പിലുള്ള എല്ലാവരും, ഞങ്ങളുടെ ക്യാമ്പസിൽ താമസം എല്ലാവരെയും ഞാൻ പോയി അവരോട് വാർത്ത പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഫ്രീ ആയിട്ട് വിട്ടു എന്ന് പറഞ്ഞപ്പോൾ ഒരു ഫൈൻ പോലും ഇല്ല. ഇത് ദൈവത്തിന് മാത്രം തരാൻ പറ്റുന്നൊരു വിധിയാണ്. ഒരു ഫൈൻ പോലും ഇല്ലാതെ വിടുവിക്കാനായിട്ട് ദൈവത്തിന് മാത്രമേ കഴിഞ്ഞുള്ളൂ. ഒരാൾക്കും ദൈവത്തിൻ്റെ അദൃശ്യമായ കരം ഞങ്ങൾ ദൈവ മക്കളിലൂടെ ആ മിസ്രൈം ദേശത്തും കാണുവാൻ തക്കവണ്ണം ഇടയായി. ഞങ്ങളുടെ ആവശ്യങ്ങളെ പരിഹരിക്കുന്നതിനായി ദൈവം മുന്നമേ ആക്കി വച്ചിരിക്കുന്നതായ ദൈവത്തിൻ്റെ ദൂതന്മാർ ആയിരുന്നു അവർ.